നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ദുഃഖകരമായ നിമിഷങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ സാക്ഷാൽ ഭഗവാനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുമുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, തടസ്സങ്ങൾ ഇവയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത് 2 സംഖ്യകളാണ്. ഈ 2 സംഖ്യകളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 555-ഉം രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 005-ഉമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർത്തും ധാരാളം ബുദ്ധിമുട്ടുകളും വേദനകളിൽ നിന്നും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പല വിധത്തിലാണ് ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നിങ്ങളെ മുറുകെ പിടിക്കുന്നത്. പലതരത്തിലാണ് മാനസിക സംഘർഷങ്ങൾ, കടഭാരങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും. ഇതിൽ നിന്നൊക്കെ ഈശ്വര സഹായത്താൽ വൻ രീതിയിൽ നിങ്ങൾക്ക് മോചനം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. അപ്രകാരം നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ അല്ലെങ്കിൽ ഒന്നാമത്തെ സംഖ്യയായ 555 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും ഒരുപാട് ദാരിദ്ര്യങ്ങൾക്കും അപ്പുറം കടന്നു വന്ന ഒരു ജീവിതമാണ് നിങ്ങളുടേത്. പരസ്പരം കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെ നാണം കെടുത്തുന്ന ഒരു സ്വഭാവക്കാരെയല്ല നിങ്ങൾ. നിങ്ങളുള്ളതെന്താണോ അത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എന്നും നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരുപാട് കഷ്ടതകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴും ആരെയും പഴി പറയാനോ ആരെയും ഒരു കുത്തുവാക്കുകൊണ്ട് നോവിക്കാനോ പോലും തയ്യാറാകാത്ത വ്യക്തികളാണ് നിങ്ങൾ. അത്രത്തോളം ദൈവിക അനുഗ്രഹമുള്ള, ദൈവിക വിശ്വാസമുള്ള, ചെയ്യുന്നതിലെല്ലാം വളരെയധികം ഫലം കണ്ടെത്തുന്ന വ്യക്തികൾ. ജീവിതത്തിൽ പലതരത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും മുഴുകുമ്പോഴും ഈശ്വര ശക്തിയെ തള്ളിക്കളയാത്ത വ്യക്തികൾ. ധാരാളം തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട്, ധാരാളം വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും വിശ്വസിച്ചവർ പോലും നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥകൾ, കടഭാരം കൊണ്ട് ഭവനത്തിന് വെളിയിലിറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ വേദനകൾ അനുഭവിക്കുന്നു. ഒരു സന്താന ഭാഗ്യമില്ലാതെ ഇപ്പോഴും ഈശ്വരനോട് നിലവിളിച്ച് കരയുന്നൊരവസ്ഥകൾ. അങ്ങനെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കാണപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. അറിഞ്ഞോ അറിയാതെ ഒക്കെ ചെയ്തു പോയ തെറ്റിനൊക്കെ ഈശ്വര സമക്ഷം വളരെയധികം ക്ഷമയും മാപ്പും ഒക്കെ ചോദിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. എന്നാൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകൾ, വേദനകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഇതിനെല്ലാത്തിനും ഒരു മോചനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഈശ്വര സഹായത്താൽ അത്തരം കഷ്ടതകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുമോ, പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച് ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിക്കുന്നവർ. എന്നാൽ തീർത്തും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് കടഭാരമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനുള്ള വഴികൾ സർവേശ്വരൻ തുറക്കുമെങ്കിലും ഒരല്പം പ്രയാസപ്പെട്ടായാലും ഒരല്പം കഠിനമായ അവസ്ഥകളിലൂടെ കടന്നുപോയാലും എങ്ങനെയെങ്കിലുമൊക്കെ അതൊക്കെ മാറ്റുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് കഴിവ് നൽകും. പക്ഷേ അത് തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി ജീവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും പല വ്യക്തികളും പറയുന്നുണ്ട്, ഒന്നും അധ്വാനിക്കാതെ, ഒന്നും നിങ്ങൾ സമ്പാദിക്കാതെ എപ്പോഴും എൻ്റെ ജീവിതം ഈശ്വരൻ അനുഗ്രഹിക്കും എന്ന മട്ടിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കില്ല. അത്രത്തോളം ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടു കൂടി ഒരു കാര്യം പറയുകയാണ്,
തീർച്ചയായിട്ടും ബുദ്ധിയും ശക്തിയും ബലവും ആരോഗ്യവും ഒക്കെ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പൂർത്തീകരിക്കുക. ജീവിതത്തിൽ ഒരുപാട് പകച്ചുപോയ സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് ആശ്വാസകരമായി നിന്ന സമയങ്ങളൊക്കെ ഒരുപാട് പേർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും ഇനിയും അവരെ വേദനിപ്പിക്കുന്നതും ഒക്കെ അവസാനിപ്പിക്കുക. നിവർത്തികേട് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വെല്ലുവിളികളെയൊക്കെ അഭിമുഖീകരിച്ച് ഇന്നും ജീവിക്കുന്നത്. എന്നിരുന്നാലും കടഭാരങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റി നിർത്തുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. വരുന്ന ഒരു കുറച്ച് ദിവസത്തിനകം നിങ്ങൾക്കിതിൻ്റെ ആരംഭഘട്ടം കാണുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഈ 555 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും. പക്ഷേ നിങ്ങൾ കൂടെ വിചാരിക്കണമെന്ന് മാത്രമാണ് പറയുവാനായിട്ട് കഴിയുന്നത്. അത്രത്തോളം ഒരു ഞെരുങ്ങിയ ജീവിതത്തിലാണ് നിങ്ങൾ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമായ 005 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. വളരെയധികം കടഭാരമൊന്നുമില്ലെങ്കിലും മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾ നേരിട്ട് സ്വന്തമായ ഒന്നുമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളാണ്. അന്നെന്നുള്ളത് എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. സമ്പാദ്യശീലമില്ല, അതുപോലെ തന്നെ സമാധാനത്തോട് ഉറങ്ങുവാൻ കഴിയുന്നില്ല. പക്ഷേ മാനസികമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നവരൊക്കെ നിങ്ങളെ തള്ളിക്കളയുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത വ്യക്തികളാണ്. എത്രയൊക്കെ മനസ്സ് നൊന്ത് നേറിയാലും ആരെയും വേദനിപ്പിക്കാതെ ഉള്ളതെന്താണോ അതിൽ കഴിയാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്നൊക്കെ പറയുന്നത് വളരെയധികം തളർത്തുന്നുണ്ട്. ഒരു ജോലിയെക്കുറിച്ച് ആലോചിച്ച് ജീവിതത്തിൽ നല്ലൊരു ഭാഗവും കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് എത്രത്തോളം നിങ്ങൾ പരിശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെടുന്നൊരവസ്ഥ. ഒരു സമാധാനമില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ഒരുപാട് ചിന്തകളാണ് കടന്നു വരുന്നത്. സ്വന്തമായൊരു ഭവനമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളതൊക്കെ നഷ്ടമായത് കൊണ്ടായിരിക്കാം, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും വയ്ക്കണ്ട എന്ന് കരുതിയായിരിക്കാം. അങ്ങനെ തുടങ്ങി ധാരാളം പ്രയാസങ്ങളാണ് അനുനിമിഷം ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഈ പ്രയാസങ്ങളൊക്കെ മാറുവാനും ഈശ്വര സഹായത്തിൽ ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുമൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ നല്ല ദാനങ്ങൾക്കൊക്കെ ആയിട്ട് ഈശ്വരന് നന്ദി പറയുക. അപ്രകാരം തീർച്ചയായിട്ടും വരുന്ന ഒരു 70 ദിവസത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒത്തിരി നല്ല അവസരങ്ങൾ കടന്നു വരും. ഒത്തിരി നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും വരുന്ന ഒരു 3 ആഴ്ചയോളം നിങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങളായിരിക്കും. 4ാമത്തെ ആഴ്ച ഒരു ചെറിയ അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുമെങ്കിലും വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ കുറച്ച് ദിവസം പറഞ്ഞു, ആ ദിവസത്തിനുള്ളിൽ തന്നെ 80% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉറപ്പിച്ച് വിശ്വസിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.